ഇത്ത റഫീഖ് ഇടില്ലേ? റഫീഖ് ഇടില്ലല്ലോ. റഫീഖ് ഇപ്പം പുറത്തു പോയേ. വന്നാൽ ഞാൻ വിളിക്കാൻ പറയാം. റഫീഖ് എൻ്റെ ഒന്ന് കുറച്ച് പൈസ വാങ്ങിയായിരുന്നു. ഫോൺ വിളിച്ചിട്ട് ഞങ്ങൾ ഫോൺ എടുക്കുന്നില്ല. എൻ്റെ മോളെ ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. എന്നാൽ ശരി, റഫീഖ് വന്നാലും ഒന്ന് വിളിക്കാൻ പറയാം. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് നിങ്ങൾ പുറത്തേക്ക്, ഞാൻ പറയാം. നിങ്ങൾ പോയിക്കോ, ഞാൻ റഫീഖ് വന്നിട്ടാകുമ്പോൾ വിളിക്കാൻ പറയാം. ഓ പോയാ അന്നോളും രാവിലെ തന്നെ പൈസ വേണോ അത് വേണം ഇത് വേണം പറഞ്ഞിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. വാ നമുക്ക് ഷോപ്പിംഗ് പോകാം. എന്താ റഫീഖ, അയാളൊരു പാവല്ലേ. പൈസ വാങ്ങി തിരിച്ചു കൊടുക്കണ്ടേ? നിങ്ങൾക്ക് ഒരാവശ്യത്തിന് തന്നതല്ലേ. പൈസ ഞാൻ കൈവല വെച്ച് ഞാൻ കൊടുക്കാണ്ടിരിക്കുന്ന ഉണ്ടാവും കൊടുക്കൂലേ? നോണ പറയൂ റഫീഖ, നിങ്ങൾ വെറുതെ എത്ര പൈസ ചെലവാക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സത്തോട്ട് സത്യം ചെയ്യാൻ പറ്റുമോ പൈസ കൈമലില്ല? ഓനോട് പൈസ മേടിച്ച് ഞാൻ കൊടുക്കണോ കൊടുക്കണ്ടേന്ന് ഞാൻ തീരുമാനിക്കും. എന്നോട് പറയേണ്ട ആവശ്യമില്ല എനിക്ക്. ഓ അങ്ങനെയാ റസാക്ക. സോറി റഫീഖ, എന്റെ മനസ്സ് സമ്മതിക്കായിട്ടാ. റഫീഖ, നിങ്ങളോട് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തിനാ ഇങ്ങനെ ചെയ്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അന്ന് നിങ്ങൾ റസാക്ക് എങ്ങനെയാ സഹായിച്ചത്? എന്താ റഫീഖ ഇത്ര ടെൻഷനില്? സാക്കെ അന്ന് വീട്ടിന്റെ പേപ്പർ വെച്ചിട്ടാണ് ലോൺ എടുത്ത ബാങ്കിൽ നിന്ന്. ഇപ്പം ബിസിനസ് ആണെങ്കിൽ നഷ്ടത്തിൽ പോയി. ഇനിയിപ്പം ജപ്തി ആയി കഴിഞ്ഞാൽ എൻ്റെ ഓളും മക്കളെല്ലാം നാട് റോട്ട് കിടക്കേണ്ടി വരില്ലേ? എന്നാ വേണ്ടെന്നുള്ള ഒരു പിടുത്തമില്ലടാ. അവിടെ ഒരു 3 ലക്ഷം ഉറുപ്പ കിട്ടുവാടാ. 2 ദിവസം കൊണ്ട് ആ പൈസ കെട്ടിയിട്ടില്ലെങ്കിൽ വീട് ഉറപ്പായിട്ടും ജപ്തിയായിരിക്കും. നിങ്ങൾ പേടിക്കേണ്ട റഫീഖ, പൈസ ഞാൻ റെഡിയാക്കി തരാം. റസാക്കെ 3 ലക്ഷം ഉറുപ്പ എനിക്ക് റെഡിയാക്കാൻ പറ്റും? നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ റഫീഖ, പൈസ ആയിട്ട് ഞാൻ വീട്ടിൽ വരും. റസാക്കെ വലിയ ഉപകാരടാ. എന്നാ ശരിയാണ്. ആ പൈസ നിങ്ങൾക്ക് എങ്ങനെ തന്നെന്ന് അറിയുക? എൻ്റെ മോളെ കഴുത്തിലും കാതിലും എല്ലാം പണയം വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പൈസ തന്നത്. അവർക്ക് അത്രക്ക് അത്യാവശ്യമായോണ്ടാ ഇപ്പൊ പൈസക്ക് വന്നില്ല. അപ്പൊ നിങ്ങൾ ഷോപ്പിങ്ങിന് പോകാൻ നിൽക്കുക അല്ലേ? അവരെ മോനാണെങ്കിൽ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് അഡ്മിറ്റാ. അത് നിങ്ങൾക്ക് അറിയോ? റസാക്കെ എനിക്ക് ഈ വിഷയം അറിയില്ല. എന്നോടാ അതെങ്ങനെ അറിയാം? ഞാൻ വിളിച്ചാൽ ഫോൺ എടുത്താലല്ലേ നിങ്ങൾക്ക് അറിയൂ. സത്യമായിട്ട് എനിക്കിത് അറിയില്ലേനു. എന്നോട് ക്ഷമിക്കണേ. അറിയാണ്ടായിപ്പോയാലൊന്നും പറയരുത്. ഞാൻ നിങ്ങളെ എത്ര വിശ്വസിച്ച് തന്നതാ, എന്നെ നിങ്ങൾ പറ്റിച്ചില്ലേ? നിങ്ങളെ നല്ലൊരു ഫ്രണ്ടിനെ ചതിച്ച് നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ നിങ്ങളെ സഹായിച്ച ആളല്ലേ. നമുക്കൊരാവശ്യം വന്നപ്പോൾ സഹായിച്ച ആളെ നമ്മൾ ചതിച്ചാൽ പിന്നെ നമ്മളൊരു മനുഷ്യനേ അല്ല. ഒരു മിനിറ്റ് അക്ക, ഇതാ റസാക്ക നിങ്ങളെ പൈസ. അങ്ങക്കോ, ഇത് നിങ്ങളെ പൈസ തന്നെയാണ്. ഇത് കൊണ്ടുപോയി നിങ്ങളെ കുട്ടീൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്ത്. നിങ്ങളെ നല്ല മനസ്സിന് നിങ്ങൾക്ക് നല്ലതേ വരും. റഫീഖ, നല്ലൊരു പാടാണ് നിങ്ങൾ പഠിപ്പിച്ചു തന്നത്. പുറത്തുള്ളവരെ വിശ്വസിച്ചാലും കൂടെയുള്ളവരെ ഒരിക്കലും വിശ്വസിക്കരുത്.